ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വയനാടിനായി കൈയഴിച്ച് സഹായം നൽകിയിട്ടും അത് മറച്ചുവെക്കാനുള്ള തത്രപ്പാടിലാണ് പിണറായി സർക്കാർ. മധ്യപ്രദേശ്, യു.പി., മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ചേർന്ന് 50 കോടി രൂപയാണ് വയനാടിനായി നൽകിയത്. മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്നവരും വാർത്തയിൽ വിവേചനം കാട്ടിയതോടെ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. പ്രളയം തകർത്ത വയനാടിനായി അകമഴിഞ്ഞാണ് സഹായങ്ങൾ എത്തുന്നത്. ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് സർക്കാർ 10 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ബി.ജെ.പി. ഭരിക്കുന്ന മധ്യപ്രദേശ് സർക്കാർ 20 കോടി രൂപയും നൽകി. എൻ.ഡി.എ. ഭരിക്കുന്ന മഹാരാഷ്ട്ര സർക്കാർ 10 കോടി രൂപയും എൻ.ഡി.എ. അധികാരത്തിലുള്ള ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു സർക്കാർ 10 കോടി രൂപയും നൽകി. അങ്ങനെ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന 4 സംസ്ഥാനങ്ങൾ ചേർന്ന് 50 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. സാധാരണയായി ഇത്തരം സഹായങ്ങൾ ലഭിച്ചാൽ നന്ദി സൂചകമായി അത് പരസ്യപ്പെടുത്തുന്ന പതിവുണ്ട്. നവമാധ്യമങ്ങൾ വഴി സഹായങ്ങൾ ലഭിച്ച വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രസിദ്ധീകരിക്കാറുമുണ്ട്. അതേസമയം നിലവിൽ സഹായം നൽകിയ 4 സംസ്ഥാനങ്ങളിലും ഭരണം നിയന്ത്രിക്കുന്നത് ബി.ജെ.പി. ആയതിനാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പണം സംബന്ധിച്ച വിവരം മറച്ചുപിടിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചത്. മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്നവരും ഈ സഹായഹസ്തങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. വലിയ പ്രതിഷേധമാണ് ഈ നിലപാടുകൾക്കെതിരെ ഉയരുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സങ്കുചിത മനസ്ഥിതിയാണ് ഇതിലൂടെ വെളിവാകുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു. സഹായം നൽകിയ 4 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയം പരിഗണിച്ച് വാർത്ത മുക്കിയ മാധ്യമങ്ങളെയും മുരളീധരൻ വിമർശിക്കുന്നു. ജനം, ഡൽഹി.